ഏറ്റവും എളുപ്പത്തിലും വളരെ രുചികരവുമായിട്ടുള്ള കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വരവ്. അപ്പോൾ 1 കിലോ എല്ലുപങ്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോ എല്ലുപങ്കെന്ന് പറയുമ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ വെട്ടുന്നിടത്ത് എല്ലുപങ്ക്, അതായത് നമ്മുടെ വാരിയലിൻ്റെ ഭാഗം അല്ല എല്ലും മുട്ടിയുള്ള ഭാഗം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അവരെ എടുത്ത് തരും. അല്ലാതെ കുറേ വേസ്റ്റുകളൊക്കെ കൊണ്ട് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലുള്ള ഭാഗം തന്നെ നോക്കി നമ്മൾ കപ്പ ബിരിയാണിക്ക് എടുക്കണം. അതുപോലെ നല്ല പോലെ വേവുന്ന കപ്പയുമായിരിക്കണം, എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ എല്ല് നമ്മൾ നന്നായിട്ട് ഒരു 3-4 തവണ കഴുകി ആ ചോരമയമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അത് നമ്മൾ പാകം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ചട്ടിയിലേക്ക് നന്നായി കഴുകി 5-6 പ്രാവശ്യം കഴുകിയാലും കുഴപ്പമില്ല. അങ്ങനെ കഴുകി അത് മാറ്റി വയ്ക്കുക. അപ്പം 1 കിലോ എല്ലുപങ്കിന് ആവശ്യമായിട്ടുള്ള മസാലകളുടെ കണക്ക് ഞാൻ പറയാം. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാലയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 1 കിലോയ്ക്ക് 50 ഗ്രാം മീറ്റ് മസാലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 50 ഗ്രാം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു അര പാക്കറ്റോളം ഞാൻ മീറ്റ് മസാല ഇതിനകത്ത് ഇടുന്നുണ്ട്. ഏത് മീറ്റ് മസാല വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ സാധാരണ ഈസ്റ്റേണാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ അതിനൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല എന്ന് പറയുമ്പോൾ നമ്മൾ മസാലക്കൂട്ട് മേടിക്കാൻ കിട്ടുമല്ലോ കടയിൽ. അപ്പോൾ അത് വീട്ടിൽ മസാല പൊടിക്കുന്ന മിക്സിയിലിട്ട് പൊടിച്ച് ഞാൻ ജാറിലാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് 1 ടീസ്പൂൺ ഗരം മസാല ഇടണം. അപ്പോൾ അങ്ങനെ പൊടിച്ചുണ്ടാക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഗരം മസാലയുടെ പാക്കറ്റ് മേടിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ പിരിയം മുളക് പൊടി 2 ടീസ്പൂൺ. അപ്പം ഈ പിരിയം മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല കളറ് കിട്ടും. അപ്പം അത് എരിവ് അനുസരിച്ച് ഓരോരുത്തർക്ക് വേണ്ട പോലെ ചെയ്യാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് അരച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്, അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും ആ ഒരു എല്ലിനിടയ്ക്കൊക്കെ നന്നായിട്ട് പറ്റിപ്പിടിക്കുന്നതിന്. പിന്നെ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ സാധാരണ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ അരച്ച് അത് ഫ്രിഡ്ജിനകത്ത് ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആവശ്യത്തിന് എടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും അത് ഈ വെളുത്തുള്ളിയൊക്കെ നമ്മളിങ്ങനെ പൊളിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്റ്റോർ ചെയ്യാറുള്ളത്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഒരു വലിയ സവോള, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക, അത് ചെറുതായിട്ട് അരിയുക. അപ്പോൾ പിന്നെ വേണ്ടത് നമുക്കൊരു തക്കാളിയാണ്. തക്കാളി ഇതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞ് ഒരു 3-4 കഷ്ണങ്ങളായിട്ട് അതിനകത്ത് ഇടുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് നമ്മളൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ആ മസാലയൊക്കെ നല്ലിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് അടുപ്പിൽ തീ കൂട്ടാവുന്നതാണ്. ഇപ്പം പ്രഷർ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 10 വിസിൽ വേവ് ഏകദേശം, അല്ലെങ്കിൽ 10-15 വിസിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് വേവണം. ഞാനിപ്പോൾ അടുപ്പിലാണ് വയ്ക്കുന്നത്. അടുപ്പിൽ വയ്ക്കുന്നതിൽ അല്ലെങ്കിൽ മൺചട്ടിയിലൊക്കെ വയ്ക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. നമുക്ക് കുക്കറിനകത്ത് വയ്ക്കാൻ വളരെ എളുപ്പത്തിൽ പണി കഴിയും, പക്ഷേ ചട്ടിയിൽ വയ്ക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതിൽ നികക്കെ വെള്ളം ഒഴിക്കണം. ഇറച്ചി മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ ചട്ടിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ അതിന് നേരത്തെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു പകുതി ഇറച്ചിയുടെ പകുതി വെള്ളം അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒക്കെ ഒഴിച്ച് ഇത് നമുക്ക് ഒരു 1.5 മണിക്കൂറോളം വേവുണ്ട്. ഏകദേശം 1.5 തൊട്ട് 2 മണിക്കൂർ വെന്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ, എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരണം. ലാസ്റ്റ് വെള്ളം എല്ലാം പറ്റി എണ്ണ അല്ലെങ്കിൽ എൻ്റെ നെയ്യ് ഒന്ന് തെളിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ കണക്ക്. അടുപ്പത്തിരിക്കുന്നത് കൊണ്ട് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി നന്നായിട്ട് തിളച്ചോ എന്ന് നോക്കുക. അതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നല്ലപോലെ തീ ഉള്ളതുകൊണ്ട് അത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ എല്ലായിടത്തും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിനും എല്ലായിടത്തും ഒരുപോലെ വേവുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കപ്പ ബിരിയാണി എല്ലാവരും ഈസ്റ്ററിന് അല്ലെങ്കിൽ ക്രിസ്മസിനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇറച്ചിയിലെ വെള്ളം പറ്റുന്ന അനുസരിച്ച് ഇത് നന്നായിട്ട് കുറുകി വരും. മസാലയൊക്കെ കട്ടിയാകുന്ന പോലെ തോന്നും. അപ്പം വെള്ളം കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരത്തില്ല. ആ വെള്ളം പറ്റുമ്പോൾ കറക്റ്റ് വേവിൽ നമുക്കത് കിട്ടും. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇറച്ചി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കപ്പ ബിരിയാണി നമുക്കുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ സമയത്ത് നമുക്ക് കപ്പയൊക്കെ നുറുക്കി വെക്കാവുന്നതാണ്.
ചെറിയ പിടിക്കും, ഇങ്ങനെ അടിയിൽ നിന്ന് പിടിക്കും. ആ അങ്ങനെ പിടിച്ചു. എന്ത് പിടിച്ചേ? നീ എന്തിനാ ഇങ്ങനെ പിടിച്ച? കത്തിക്ക് പിടിക്കുക. ശരിക്കും അടിയിൽ പിടിക്കും. ബലത്തെ പിടിക്കണേ. ചേട്ടാ ശക്തിമാൻ. അവന്റെ കഴുത്തെ പിടിച്ചേക്കല്ലേ. പിടിച്ച അടി പിടിച്ച മല്ലിയിലിട്ടോ സൂപ്പർ പരുവപ്പെട്ടിരിക്കുകയാണ് നമ്മള് സാധനം. ഇത്ര പരുവം. ലുക്ക് സൂപ്പറാ. മല്ലിയിലാണ് കേട്ടോ, കരിവേപ്പിലാണ് കേട്ടോ ചോദിച്ചത്. മോഹൻ മാത്ര അതേ പിടിച്ചൊന്നുമില്ലല്ലോ. കപ്പ പുഴുകാനുള്ള അപ്പോൾ ഇറച്ചി നമ്മൾ വാങ്ങി വെച്ചു. ഞാൻ പറഞ്ഞല്ലോ നമ്മളപ്പോൾ കപ്പ വേവിക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കപ്പയ്ക്ക് അരയ്ക്കാൻ വേണ്ട തേങ്ങ, അതായത് ഒരു മുറി തേങ്ങ, 2 കഷ്ണം വെളുത്തുള്ളി, പിന്നെ 4-5 ചെറിയുള്ളി, പിന്നെ ഒരു പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. കാരണം നമ്മൾ മീറ്റ് മസാലയുടെയൊക്കെ എരിവൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന് വേറെ പച്ചമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിന് പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. സാധാരണ കപ്പയ്ക്ക് നമ്മൾ അരയ്ക്കുന്ന പോലെ തന്നെ ആ ഒരു കൂട്ട് നമ്മൾ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുന്നു. അപ്പം ഇത് കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച ആ ഒരു കൂട്ട് ഇതിൻ്റെ ഈ കപ്പയുടെ വെന്ത കപ്പയിലേക്ക്, അപ്പോൾ വെള്ളം നമ്മൾ ഊറ്റിക്കളയണം. അതിന് മുകളിലേക്ക് ഈ അരച്ച ഒരു തേങ്ങയുടെ ആ കൂട്ട് ഇതിന് മുകളിലേക്ക് ഇടുക. ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നമ്മൾ ഇറച്ചിക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ അപ്പോൾ അടുപ്പത്തത് സ്റ്റൗ ഓണാക്കി ഇനി അതിന് മുകളിലേക്ക് നമ്മൾ വെന്തിരിക്കുന്ന ആ എല്ല് പങ്കിൻ്റെ ആ ഭാഗങ്ങൾ, ആ മസാലക്കൂട്ട് ഫുള്ള് നമ്മൾ ചട്ടിയോടുകൂടി വടിച്ച് നന്നായിട്ട് അതിന് മുകളിലേക്ക് ഒരു ലെയറായിട്ട് ഇടുക. അപ്പോൾ ഇത് 3 ലെയറായിട്ടാണ്. ഏറ്റവും അടിയിൽ കപ്പ, അതിന് മുകളിൽ തേങ്ങ അരച്ചത്, പിന്നെ അതിന് മുകളിൽ കപ്പയുടെ നമ്മുടെ എല്ല് പങ്ക് പുഴുങ്ങിയത്, ഇതെല്ലാം വെച്ചു. അപ്പോൾ ഒരു ലെയറായിട്ടിരിക്കുന്നു. ഇനി ഇത് നന്നായിട്ട് മൂടി വെച്ചതിന് ശേഷം ആവി കയറണം. അപ്പോൾ ഈ കപ്പ ഊറ്റിയതിന് കുറച്ച് വെള്ളമുണ്ട്, പിന്നെ നമ്മൾ തേങ്ങ അരച്ചതിൻ്റെ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം തിളയ്ക്കുമ്പോഴത്തേ നല്ലപോലെ ആവി കയറും. ആ വെള്ളം മതി ശരിക്കും. അതിൽ കൂടുതലായിട്ട് വെള്ളം നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഇറച്ചി വെന്തതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. അപ്പോൾ നന്നായിട്ട് ആവി കയറുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാൻ വെച്ച് അതിനകത്ത് കടുക് പൊട്ടിച്ച് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട്, ഇനി അതിൻ്റെ കൂടെ ഒരു 2 പത്തലമുളകും കൂടി ഇടുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറിൽ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ആവി കയറിയ ഈ കപ്പ ബിരിയാണി കൂട്ടിലേക്ക് ഇതിന് മുകളിലേക്ക് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ എണ്ണ നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ വേറെ മസാലകളൊന്നും വാട്ടാനൊന്നും എണ്ണ എടുക്കുന്നില്ല. ഈ ഒരു വെളിച്ചെണ്ണ ഇടുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ബീഫ് എന്ന് പറയുമ്പോൾ നല്ലപോലെ കൊഴുപ്പുണ്ട്, അതിനകത്ത് നെയ്യുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ എണ്ണ ഒഴിച്ച് നമ്മളത് വൃത്തികേടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു താളിക്കുന്നതിന് വേണ്ടി മാത്രം നമുക്ക് വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ. അപ്പം ഇത് കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടത് കുഴച്ചെടുക്കണം. അടിമേലെല്ലാം മറിഞ്ഞ് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മൾ തട്ടുകടയിൽ അല്ലെങ്കിൽ കള്ളുഷാപ്പിലൊക്കെ ചെന്നാൽ അറിയാം, ഇതിന് സർലാസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലാണ്. അതായത് നമ്മൾ സവോള നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ വിനാഗിരി ഉപ്പും ഇട്ട് ഒഴിച്ച് അതിന് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സ്പെഷ്യൽ കപ്പ ബിരിയാണി ആണെങ്കിൽ
മുട്ട ബുൾസൈ ആയിട്ട് അടിച്ച് അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നത് നല്ലതാണ്. അപ്പം അത് സ്പെഷ്യലാണ്, മുട്ടയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വളരെ രുചിയൂർന്ന കപ്പ ബിരിയാണി റെഡിയായിട്ട് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. താങ്ക്